ഹലോ ഗൈസ്, അങ്ങനെ രണ്ട് പേരും കൂടി ബിഗ് ബോസ് പുറത്തായി ഗൈസ്. നിങ്ങൾക്കതൊരു ഫെയർ എവിക്ഷനായിട്ട് തോന്നുന്നുണ്ട് ഗൈസ്? ജിഷിനും അഭിയും കൂടിയും പോയത്. അല്ല, നമ്മളിപ്പോൾ ഒരു എവിക്ഷനെ ഫെയർ എന്ന് അൺഫെയർ എന്ന് പറയാൻ പറ്റുമെന്നുള്ള കാര്യമുണ്ട്. ആളുകളാണ് സ്വാഭാവികമായിട്ടും വോട്ട് ചെയ്തിട്ട് അവിടെ ആൾക്കാരെ അവിടെ നിർത്തണം വേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നിയുള്ള സംഗതി ഗൈസ്. ജിഷിൻ അവിടുന്ന് പോകുന്ന വലിയ ഒരു അങ്ങനെ മൈൻഡിൽ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലരും പറഞ്ഞു സാബുമാൻ പോകുന്നു എനിക്ക് ഒരു തോന്നലില്ലായിരുന്നു ഗൈസ്. കാരണം എന്താ അറിയോ, സാബുമാൻ അന്ന് മറ്റേ ഹോട്ടൽ ടാസ്കിലല്ലേ അവന് സെക്യൂരിറ്റി ആയിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി അവന് നല്ല രീതിയിലുള്ള സഹതാപ തരംഗം ആളുകൾക്ക്, കുടുംബ പ്രേക്ഷകർക്കിടയിൽ വന്നിട്ടുണ്ട് എന്ന ഗൈസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ഇങ്ങനെ ഒരു മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം. അവൻ ആരോടും ഒരു ദേഷ്യമില്ല, ആരോടും പരിഭവമില്ല. അവൻ ഭക്ഷണം കഴിക്കണ കണ്ട് പാവം വേർത്ത് കുളിച്ച മുഖം, മറ്റേ മുഖംമൂടി ഇങ്ങനെ ഇട്ടിട്ടേ ഒരു ആക്സിഡൻറ്റ് പറ്റിയാണ് കേസ്, വണ്ടിയിൽ നിന്ന് വീണത് എന്നിട്ടൊന്നും വിചാരിക്കരുത്. അപ്പോൾ അവിടെ പറഞ്ഞു എന്ത് വിചാരിക്കണില്ലേ, അപ്പോൾ അവിടെ എന്താ പറഞ്ഞു വന്നേ. അപ്പോൾ ആ ഒരു സ്നേഹം സഹതാപമായിട്ട് വോട്ടായിട്ട് അവന് മാറിയിട്ടുണ്ട്. നല്ല വോട്ട് കുത്തിയിട്ടുണ്ടായിരിക്കും ആ ഒരു 2-3 ദിവസം. എത്ര ഷോർട്ട് വീഡിയോസ്, എത്ര റീൽസാണ് അവിടെ ഇവിടെ കണ്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല വോട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ജിഷിൻ്റെ കാര്യം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ജിഷിൻ അങ്ങനെ ആളുകളുടെ മൈൻഡിലേക്ക് അങ്ങനെ കയറാനുള്ള വോട്ട് കിട്ടാനുള്ള ഒരു സംഗതി ചെയ്തിട്ടില്ല തോന്നുന്നു. ജിഷിൻ മോശമാണെന്നല്ല, ജിഷിൻ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സാബുഖാനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അടിപൊളി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ആളുകളുടെ മൈൻഡിലേക്ക് പോയിട്ട് ഒരു ഇങ്ങനെ വോട്ട് കുത്താൻ പാകത്തുള്ള ഒരു സംഗതി ജിഷിൻ അവിടെ ചെയ്തിട്ടില്ല. അതാണ്, അവൻ ബെറ്ററായിട്ട് വരുന്നു. നല്ല അത്യാവശ്യം നെഗറ്റീവായ രീതിയിൽ പുറത്തുണ്ടായിരുന്ന ഒരാൾ പോസിറ്റീവായ രീതിയിൽ അവിടെ അവൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോസിറ്റീവായിട്ട് തന്നെ തിരിച്ചു വരുന്നത്. ജിഷിൻ പോയാലും എല്ലാവർക്കും സങ്കടം എന്നൊക്കെ പറയും. സങ്കടപ്പെടുന്ന ഒരു വോട്ട് കുത്തണം എന്നാൽ ഇങ്ങനെ സങ്കടപ്പെടുന്ന കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ആളുകൾക്ക് അങ്ങനെ തോന്നണ്ടേ വോട്ട് കുത്താൻ, അതാണ് കാര്യം. അപ്പോൾ ജിഷിൻ ഇങ്ങനെ നല്ല ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥ ആലോചിക്കും. ഇനി ഇതേപോലെ തന്നെയാണ്. അപ്പോൾ കുറേ പാഴ്വസ്തുക്കളായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് വേറെ പല കയ്യിൽ പോകണ്ടായിരുന്നു. അപ്പോൾ സാബുഖാന് വോട്ട് കിട്ടി എങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ സാബുഖാന് എന്നും കിട്ടുന്നില്ല, അടുത്ത കയ്യിൽ ചിലപ്പോൾ പോവും. കാരണം ജിഷിനെയും പോലെയും അഭിനെയും പോലെയുള്ള ആളുകൾ ഇപ്പോൾ പോയില്ലേ. അപ്പോൾ മറ്റവനൊക്കെ സാബുഖാനെ എടുത്ത് ദൂരേക്ക് എറിയുണ്ടായിരിക്കും. അധികം വൈകാണ്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ടാവില്ല എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. നല്ല അത്യാവശ്യം വോട്ട് കിട്ടുന്ന ഒരു 3-4 പേര് മറ്റേ ഇവിടെ നോമിനേഷനിൽ വന്നിട്ടുള്ള തീരാവുന്നേ ഉള്ളൂ സാബുഖാൻ്റെ അവിടെയുള്ള നിലനിൽപ്പ് എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. പനീഷ്, ഷാനവാസ്, അനുമോള്, സാബുമാൻ, അതേപോലെ പിന്നെ ആരാ, ആദിൽ പോകാൻ ചാൻസ് ഉണ്ട്. ആദിൽ നൂറ് സാബുഖാനും കൂടി നോമിനേഷന് വന്നിട്ടുണ്ടെങ്കിൽ അതിലെ സാബുഖാനും ആദിലും പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അബിയുടെ കാര്യം ഇവിടെ പറഞ്ഞു, അബിയും ഡിസേർവിങ് അല്ലായിരുന്നു. പക്ഷേ ജിഷിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോവാൻ അങ്ങനെ വിചാരിച്ച ഒരാളല്ലാന്ന്. പക്ഷേ അബിയുടെ കാര്യത്തിൽ എനിക്ക് ഏകദേശം ഡൗട്ട് ഉണ്ടായിരുന്നു. അബി പോക്കായി എന്ന്. അതും അബീനെ തന്നെ വല്ലാണ്ട് മൈൻഡിലേക്ക് ആളുകൾക്ക് വോട്ട് കുത്താൻ പാകത്തിലൊരു സംഗതിയില്ല. ജിഷിൻ പോകില്ല എന്നാണ്. ജിഷിൻ എന്തായാലും ഒരാഴ്ച കൂടി കുറച്ചും കൂടി ഉണ്ടാവും എന്നാണ് കേസ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അബിയുടെ കാര്യത്തിൽ എങ്ങനെ അബി പോകുമെന്ന് എനിക്ക് ഏകദേശം ഒരു മൈൻഡിലുണ്ടായിരുന്നു. അബി മറ്റേ സാബുമാനും കൂടി പോകുന്നതാണ് കേസ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തായാലും അത് ഭയങ്കര അൺഫെയർ എവിക്ഷൻ, ഇതിലെന്തോ കളി കളിച്ചാറും എന്നൊക്കെ ആൾക്കാർ പറയും. എന്ത് കളി, PR വർക്കേഴ്സ് തന്നെ, PRും പിന്നെ അതേപോലെ സാബുഖാൻ്റെ പോയിട്ടുള്ള വോട്ടും. സാബുഖാന് കുറച്ച് വോട്ടുകൾ പോയി, അത് സാധാരണ കുറച്ച് ആളുകളുടെ പോയിട്ടുണ്ടാവുന്നതാണ് കേസ് എനിക്കൊന്ന്. PR ടീംസ് അല്ലാണ്ടുള്ള ആളുകളുടെ അല്ലേ, കുടുംബ പ്രേക്ഷകർ, വീട്ടമ്മമാരുടെ ഉണ്ടാക്കണില്ല, അവരാണ് പരാതിയില്ല, ഇങ്ങനെയുള്ള ഒരുത്തമാണ്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നെഗറ്റീവായിട്ടും കുറ്റം പറഞ്ഞിട്ടൊക്കെ ഉള്ളത് ഇവൻ അങ്ങനെയല്ല എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ വോട്ടുണ്ടാവും. കുറേ വോട്ട് ജിഷിന് കിട്ടേണ്ടതായിരിക്കണം, കിട്ടിയില്ലല്ലോ. പിന്നെ അതേപോലെ തന്നെ PR ടീംസ് അറിയാമല്ലോ, PR ടീംസ് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ PR ടീംസിന് ആരുടെ PR ആണുള്ളത് അവർക്ക് നല്ല വോട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ജിഷിന് അങ്ങനെ നല്ല ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് പോയതായിരിക്കും. എന്തായാലും ജിഷിനും അബി ഇപ്പോൾ പോകേണ്ടവരല്ല, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പോകേണ്ടവരല്ല പറഞ്ഞാൽ മനഃപൂർവ്വം ഇവരെ പുറത്താക്കിയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കുറച്ചും കൂടിയൊക്കെ ഒരു വേണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെയാണ് അല്ലേ, നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത ആളുകളൊക്കെ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇങ്ങനെ ടൈറ്റായിട്ട് ഇത് വരണമെന്നുണ്ട്. അതായത് അതിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ നോമിനേഷനിൽ വരണം. അപ്പോൾ അവിടെ നിൽക്കും, ആര് പോകുമെന്ന് അറിയാലോ. ആരെങ്കിലും എല്ലാവരും ഇപ്പോൾ സേഫാക്കൊന്നുമില്ലല്ലോ. അങ്ങനെ വരണം എന്നാണ് കേസ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാബുഖാൻ അവിടെ നിന്നാലെന്ത് പോയാലെന്ത്. ബൈ. ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.